ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എഗ്ലെസ് ആയിട്ടുള്ള വെട്ട് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് മുട്ട ചേർക്കാത്ത നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 2 നുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പുളിയില്ലാത്ത 1 കപ്പ് തൈരും വേണം. പിന്നെ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് മൈദാമാവും പഞ്ചസാരയും സോഡാപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ തൈരിൽ തന്നെ വെള്ളമുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കട്ടിയുള്ള തൈരാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ടിത് മുറിച്ചെടുക്കും. എന്നിട്ട് വെട്ട് കേക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കും. ഇനി ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെട്ട് കേക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് നടുക്കൂടെ ഇങ്ങനെ ഒന്ന് 2 സൈഡും ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് മറിച്ചും തിരിച്ചു വിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ്ലെസ് ആയിട്ടുള്ള വെട്ട് കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ചായക്കൊപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ മറ്റുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ എഗ്ലെസ് വെട്ട് കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വെട്ട് കേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.